നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നടൻ മമ്മൂട്ടിക്ക് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. ഇപ്പോഴിതാ താരത്തിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് നടി സരിത ബാലചന്ദ്രൻ. മമ്മൂട്ടിയുടെ ചോദ്യം കേട്ട പാതി കേൾക്കാത്ത പാതി സോഷ്യൽ മീഡിയ വടിയുമെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞുവെന്നാണ് സരിത പറയുന്നത്. കെ റഫീഖിനെ പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജില്ലയിലേക്ക് എത്തുന്ന വിശിഷ്ട അതിഥികൾക്ക് വഴികാട്ടുക എന്നതും അവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുക എന്നതും കടമയാണെന്ന് പറഞ്ഞ സരിത മമ്മൂട്ടിയുടെ ചോദ്യത്തെ വെറും ഒരു വയനാടൻ തമാശയായി കാണുന്നതാണ് ബുദ്ധിയെന്നും കൂട്ടിച്ചേർത്തു. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു സരിതയുടെ പ്രതികരണം. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: വയനാടിന്റെ വേദനകളിൽ സ്വാതന്ത്ര്യമായി എത്തിയ മമ്മൂക്കയും അദ്ദേഹത്തോടൊപ്പം സജീവമായി രംഗത്തുള്ള CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖും തമ്മിലുള്ള ആ ചെറിയ സംഭാഷണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണല്ലോ. നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്റെ കൂടെ നടക്കുന്നത് എന്ന മമ്മൂക്കയുടെ ചോദ്യം പലരും പല രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. സോഷ്യൽ മീഡിയ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വടിയുമെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ആരെ തല്ലണമെന്നറിയാതെ പലരും പരസ്പരം തല്ലു തുടങ്ങിയിട്ടുണ്ട്. കെ റഫീഖിനെ പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജില്ലയിലേക്ക് എത്തുന്ന വിശിഷ്ട അതിഥികൾക്ക് വഴികാട്ടുക എന്നതും അവർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുക എന്നതും കടമയാണ്. ആ ഉത്തരവാദിത്വം അദ്ദേഹം കൃത്യമായി നിർവഹിക്കുകയായിരുന്നു അവിടെ. തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ മുഖത്തു നോക്കി ചോദിക്കുന്ന മമ്മൂക്കയുടെ രീതി നമുക്കെല്ലാം പരിചിതമാണ്. ആ ഗൗരവത്തിന് പിന്നിൽ പലപ്പോഴും സ്നേഹവും സ്വാതന്ത്ര്യവും ഉണ്ടാകും. തന്റെ കൂടെയുള്ളവർ അനുഭവിക്കുന്ന പ്രോട്ടോകോൾ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ അദ്ദേഹം തമാശ രൂപേണ ചോദിച്ചതാകാം ഇത്. ഇനിയിപ്പോൾ കുറച്ച് തമാശപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ ഉള്ളിൽ അപ്പോൾ ഭീഷ്മ പർവ്വത്തിലെ മൈക്കിളപ്പനാണോ അതോ CBIയിലെ സേതുരാമയ്യനാണോ എന്ന് ആർക്കറിയാം. റഫീഖ് ആതിഥേയം അറിയാതെ കാണിച്ചതാണോ അതോ അറിയാതെ ഫ്രെയിമിൽ കയറിയതാണോ എന്ന് പുള്ളിക്ക് മാത്രമേ അറിയൂ. വയനാട് നേരിട്ട വലിയൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം. അവിടെ ആൾക്കൂട്ടം നിയന്ത്രിക്കാനും കാര്യങ്ങൾ വേഗത്തിലാക്കാനും നേതാക്കളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മൈലേജ് രാഷ്ട്രീയമായി കാണേണ്ടതില്ല. അവർക്കിടയിലുള്ള പരസ്പര ബഹുമാനവും ആ സാഹചര്യത്തിന്റെ തീവ്രതയും പ്രിയപ്പെട്ട നടന്റെ സ്വതസിദ്ധമായ ശൈലിയും കർമ്മനിരതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ജാഗ്രതയും കൂടിച്ചേർന്ന ഒരു നിമിഷം മാത്രമായിരുന്നു അത്. ഇതിനെ വിവാദമാക്കുന്നതിനേക്കാൾ വയനാടിന്റെ പുനർനിർമ്മാണത്തിന് ഇവർ നൽകുന്ന പിന്തുണയാണ് നാം ചർച്ച ചെയ്യേണ്ടത്. ഏതായാലും വയനാടിനെ സ്നേഹിക്കാൻ ഇറങ്ങിത്തിരിച്ച നാടിനെയും അതിന് കൂടെ നിന്ന നേതാവിനെയും നമുക്ക് ബഹുമാനിക്കാം. ആ ചോദ്യത്തെ വെറും ഒരു വയനാടൻ തമാശയായി മാത്രം കാണുന്നതാണ് ബുദ്ധിയെന്നും സരിത കൂട്ടിച്ചേർത്തു.